ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്ന്, കൗതുകകരമായ രാഷ്ട്രീയ മാറ്റങ്ങളിലൊന്ന് സജി മഞ്ഞക്കടമ്പിലിൻ്റെ മുന്നണി മാറ്റമായിരുന്നു. എന്നോടൊപ്പം ഈ പ്രചരണത്തിൻ്റെ അവസാന ദിവസം സജി കൂടി എത്തുകയാണ്. സജി, താങ്കൾ NDA ആണ് എന്നറിയാം, എന്നിരുന്നാലും ചോദിക്കുകയാണ്, താങ്കളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളും പ്രശ്നങ്ങളും ഒക്കെ അത് UDF ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും UDF പിടിപ്പുകേടുകളാണല്ലോ പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായത്. തീർച്ചയായിട്ടും UDF സംബന്ധിച്ച് UDF പടലപ്പിണക്കം ഇപ്പോഴും ആ മുന്നണിയിൽ ആരും തമ്മിൽ യാതൊരു യോജിപ്പില്ല. നിങ്ങൾ ചരിത്രത്തിലൂടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറാകേണ്ട കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ചെയർമാനാണ് DCC പ്രസിഡന്റുമാണ്. DCC പ്രസിഡന്റിനെ കോൺഗ്രസിന് ഒതുക്കാൻ വേണ്ടി മോൻസും തിരുവഞ്ചൂർ സാറിനോട് കൂടി ആലോചിച്ച് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ട് മോൻസിനെ നമ്മുടെ നാട്ടക സുരേഷിനെയും പറ്റി എന്നെയും പറ്റി. അപ്പോൾ അതിനകത്ത് വലിയ അസംതൃപ്തി ഇപ്പോഴും നിലനിൽക്കുക. അവിടെ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇപ്പൊ രാജ്യത്തെ ഒരുപാട് വിഷയങ്ങളായിരിക്കുമല്ലോ, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ട് നടക്കുക. അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ അല്ലെ UDF ജില്ലാ ചെയർമാൻ മാറിയോണ്ട് മാത്രം ആ പൊളിറ്റിക്സ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറും? അല്ല, അങ്ങനെ 100% പൊളിറ്റിക്സ് മാറുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ UDF കെട്ടുറപ്പില്ലായ്മയും തമ്മിലടിയും ഈ തെരഞ്ഞെടുപ്പിൽ UDF ശാപമായി മാറും. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണല്ലോ, സ്ഥാനാർത്ഥി ഏത് മുന്നണിയിൽ എല്ലാ മുന്നണിയിലും മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ ഈ പാവമാണെന്ന് പറഞ്ഞ് നടക്കുന്നുള്ളൂ. അദ്ദേഹം പാവമല്ലെന്ന് ഇപ്പം നാട്ടുകാരെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും. പക്ഷേ പാർലമെന്റിലൊക്കെ നല്ല പെർഫോമൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെത് കണ്ടിട്ടുണ്ട്. അല്ല, പാർലമെന്റിൽ എല്ലാ സ്ഥാനാർത്ഥികളും അവസരം കിട്ടിയ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പെർഫോം ചെയ്യാവുന്ന ആളാണ് ഇപ്പം വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ അത് പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും അവസരം ലഭിച്ചാൽ, എനിക്ക് അവസരം കഴിഞ്ഞാൽ ഞാനും പെർഫോം ചെയ്യും. പക്ഷെ അവസരം ലഭിച്ചതുകൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തു, അതിൽ നമുക്ക് തർക്കമില്ല. തുഷാർ വെള്ളാപ്പള്ളി പക്ഷേ ഒരു ജയിക്കാനുള്ള വോട്ട് കിട്ടുമോ? കാരണം BJPക്ക് ആകെ ഇവിടെ കിട്ടിയത് ഒരു 40,000-45,000 വോട്ടാണ്. PC തോമസ് വ്യക്തിപരമായി കൂടി ചേർന്നിട്ടാണ് 1.5 ലക്ഷം വോട്ട് പിടിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങ് വെറുതെ വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് UDF LDF നടക്കുന്ന അടിയുഴക്കുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വലിയ മുന്നേറ്റം കുറിക്കാൻ അവിടെ സാധിക്കും. അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രം പിന്തുണ കൊണ്ട് മാത്രമല്ല, BJP ഉൾപ്പെടെ ഘടകകക്ഷികളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, UDF LDF അടിയൊഴുക്കുകൾ അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗുണം ചെയ്യും. അദ്ദേഹം വിജയിക്കും, യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം പര്യടനത്തിന് പോയപ്പോഴാണ് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായത്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. എന്തായാലും അതാണ് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. ഈ അടുത്തിടെയാണ് അദ്ദേഹം NDAയിൽ ചേർന്നത്, ഈ അടുത്തിടെ പര്യടനത്തിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാഴ്ചകൾ ഇപ്പോഴാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് സജി മഞ്ഞക്കടമ്പിൽ തുഷാർ വിജയിക്കുമെന്ന് പറയുന്നത്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം.